ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മറ്റൊരു ട്രെൻഡിങ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരൊക്കെയാണ് എഗ് ചുക്കാണി. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങളിതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ആദ്യത്തെ ഒരു പ്രിപ്പറേഷനാണ്, ആദ്യത്തെ ട്രൈ ആണ്. അപ്പോൾ നിങ്ങളെ കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതൊരു നേപ്പാളി ഫുഡാന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പം മലയാളികളുടെ ഇടയിലാണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങിയത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴിമുട്ടയോ താറാമുട്ടയോ ഇഷ്ടമുള്ള മുട്ട എടുക്കാവുന്നതാണ്. അതുപോലെ ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബറിൻ്റെ പകുതി, അതായത് ഇവിടെ വലിയ കുക്കുംബറാണ്, അതിൻ്റെ ഒരു കാൽഭാഗം എടുത്തിട്ടുള്ളൂ. നാട്ടിൽ കുക്കുംബറൊക്കെ ആണെങ്കിൽ ഒരു പകുതി കുക്കുംബർ എടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണേൽ ചേർക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിരുന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇവിടെ വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാവുന്നതാണ്. ഞാൻ അവിടെ കുറച്ച് മല്ലിയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് യോഗട്ടാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാം യോഗട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെടുക്കുന്ന മുട്ടയുടെയും സവോളയുടെ ഒക്കെ അളവ് കൂടുതലുണ്ടെങ്കിൽ തൈരും കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ആ തൈര് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തൈര് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് ഇതിനകത്ത് തൈരിൻ്റെ കൂടെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ ആ തൈര് അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവോളയും ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ കുക്കുംബറും കൂടെ ഇട്ട് കൊടുക്കുന്നു. കുക്കുംബറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് മല്ലിയിലയും കൂടെ അതിൻ്റെ പുറത്തൂടെ അങ്ങ് തൂവി കൊടുക്കാം. മല്ലിയില ഞാൻ നേരത്തെ പറഞ്ഞാലും ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം മറന്നുപോയി കേട്ടോ. ഉപ്പിടുന്ന കാര്യം മറന്നുപോയി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്തോണേ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കുവാണ്. ഇപ്പം മുട്ട ഫുള്ളായി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മസാല അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, എണ്ണ തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യാം.
കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ, അല്ല കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ മിക്സിങ്. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നമ്മുടെ മുട്ടയിലും അതുപോലെ സവാളയിലൊക്കെ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ക്രീമി ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ എഗ് ചുക്കാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ആകെപ്പാടെ കുറച്ച് സമയം വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു മുട്ട പുഴുങ്ങിയെടുക്കുന്നതിൻ്റെ ഒരു സമയം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്താണെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റോടെ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഐറ്റം ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം കറി തന്നെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം കേട്ടോ. കുബൂസിൻ്റെ കൂടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. മുട്ടയുടെ ചെറിയൊരു പീസൊക്കെ എടുത്ത് നോക്കാം. കുക്കുംബറിൻ്റെ ഒരു പീസ് കൂടെ എടുക്കാം. ഇതൊക്കെ ആര് കണ്ടുപിടിക്കുന്നതെന്തോ. സംഭവം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഞാനിത് ട്രെൻഡിങ് ആണെന്ന് കണ്ടപ്പം ഇത് ഇത്രയ്ക്ക് നല്ലതായിരിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. പക്ഷെ ഇത് കൊള്ളാം. നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് അത് എടുത്ത് നിൽപ്പുണ്ട്. ഒരുപാടല്ല. വെളുത്തുള്ളി എന്നാ പറയുന്നത്, വെളുത്തുള്ളിയുടെ ഒത്തിരി കുത്തി നിൽക്കുന്ന ടേസ്റ്റ് ഒന്നുമില്ല. കറക്റ്റാണത്, ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ ആ കുക്കുംബർ ഇടയ്ക്ക് ഞാൻ ആ കുക്കുംബറിൻ്റെ ഒരു പീസ് എടുത്തായിരുന്നു. അത് ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. എരിവാണെങ്കിലും കറക്റ്റാണ്. കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർക്കുന്നുണ്ടല്ലോ. കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയായിരിക്കും. പിന്നെ മുട്ടയുണ്ട് അതിനകത്ത്, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തൈരിൻ്റെ ചെറിയൊരു പുളിയുണ്ട്. നമുക്ക് ഒത്തിരി പുളിയുള്ള തൈര് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു പുളിയുള്ള തൈര്, ഒട്ടും പുളി ഇല്ലാത്തതും ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന പുളിയുള്ള തൈര് ചേർക്കുന്നതായിരിക്കും നല്ലത്. കട്ട തൈരാണെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ അതുപോലെ മല്ലിയില വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ കസൂരി മേത്തിയുടെയും ആ ഒരു ടേസ്റ്റോടെ വന്നപ്പോഴത്തേക്ക് ആ ഓയിലും എല്ലാം കൂടെ മിക്സായി വന്നപ്പോൾ കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിതിൻ്റെ പേരാണ് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ. ഈ ചുക്കാണി ആ പേരാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഒരു വെറൈറ്റി പേരാണ്. അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുക. ഞാൻ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താണെങ്കിലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.